നമസ്കാരം. ഇന്ന് ഈ നിമിഷം വരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചു. പോലീസിനെ വിവരം അറിയിച്ചത് സുഹൃത്തുക്കൾ. അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ. പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശൂരിലും കടലാക്രമണം. 5 തെങ്ങിൽ 3 വീട്ടുകാരെ ഒഴിപ്പിച്ചു. കേരള തീരത്ത് ഓറഞ്ച് അലർട്ട്. മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്കും വിനോദസഞ്ചാരികൾക്കും നിർദ്ദേശം. തലസ്ഥാന നഗരവാസികൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ജലസംഭരണിയാണ് പേപ്പാറ. ആ പേപ്പാറയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. എപ്പോഴും നിറഞ്ഞ് കിടക്കുന്ന ഡാമാണ്, റിസർവോയറാണ്. അവിടെയാണ് ഈ അവസ്ഥയിലേക്ക്, അതായത് ജലനിരപ്പ് വളരെയധികം താഴ്ന്ന അവസ്ഥയിലാണ് പേപ്പാറ ഉള്ളത്. കൊടുംചൂടിൽ വറ്റിവരണ്ട് ഡാമുകൾ. തലസ്ഥാനത്ത് കുടിവെള്ളം എത്തിക്കുന്ന പേപ്പാറ ഡാമിൽ ശേഷിക്കുന്നത് ഒരു മാസത്തേക്കുള്ള വെള്ളം മാത്രം. വേനൽ ചൂടിൽ മരുഭൂമിയായി നദികളും. മരിച്ചു കഴിഞ്ഞു. പക്ഷേ നിളയെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഇനിയുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയാവട്ടെ. KSRTC ഡ്രൈവർ യദുവിനെതിരെ ഗൗരവ തെളിവുകളുമായി പോലീസ്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഡ്രൈവിംഗിനിടെ 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. മെമ്മറി കാർഡ് കാണാതായതിൽ അന്വേഷണം തുടരുന്നു. ബസ് തടഞ്ഞതിന് സച്ചിൻ ദേവിനും ആര്യ രാജേന്ദ്രനുമെതിരെ കേസ്. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് തിരിച്ചെത്തില്ലേ? തീരുമാനം ഉടൻ വേണ്ടെന്ന് AICC. അധ്യക്ഷ സ്ഥാനം തിരികെ വേണമെന്ന് സുധാകരൻ. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കോൺഗ്രസിൽ കാത്തിരിക്കുന്നത് വൻ വിവാദങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. വിധി എഴുതുന്നത് 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങൾ. അയോധ്യയിൽ ഇന്ന് മോദിയുടെ റോഡ് ഷോ. പീഡനക്കേസിൽ പ്രതിയായ പ്രജ്വൽ രേവണ്ണ തിരിച്ചെത്തിയേക്കും. ജർമ്മനിയിൽ നിന്ന് മടങ്ങി വരുമെന്ന് സൂചന. അറസ്റ്റിലായ HD രേവണ്ണയുടെ ഭാര്യയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഭവാനിക്ക് നോട്ടീസ്. വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി കോൺഗ്രസ്. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് UG അല്പസമയത്തിനകം. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെ. എഴുതുന്നത് 24 ലക്ഷം വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ യുവതി പ്രസവിച്ചു എന്നുള്ള ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. യുവതിയുടെ സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അമ്മയും കുഞ്ഞിനെയും എന്തായാലും പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നവമി, നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഈ പനമ്പള്ളി നഗറിൽ ഇത്തരത്തിൽ വീട്ടുകാരറിയാതെ 9 മാസം തന്റെ ഗർഭാവസ്ഥയുമായി തുടർന്ന 23-കാരി ഇത്തരത്തിൽ ശുചിമുറിയിൽ പ്രസവിക്കുന്നു. ബാൽക്കണിയിൽ നിന്ന് ആ പിഞ്ചു കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു എന്നുള്ള ആ ഒരു വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത കേരളം കേട്ടത്. അതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിൽ കൊലപാതകത്തിലേക്കൊന്നും കടന്നില്ലെങ്കിൽ പോലും സുഹൃത്തുക്കൾ അറിയാതെ തന്നെ ആ ഹോസ്റ്റൽ മുറിയിൽ വീട്ടുകാരറിയാതെ ഇത്തരത്തിൽ 9 മാസത്തോളം ഈ ഗർഭാവസ്ഥ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി കഴിയുന്നു. അതിനുശേഷം ശുചിമുറിയിൽ ആരും അറിയാതെ ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളത് ഏറെ ഞെട്ടലോടെ കേട്ട വാർത്ത. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ കുഞ്ഞും അമ്മയും ആശുപത്രിയിൽ തുടരുകയാണോ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്?
ആര്യ, പനമ്പള്ളി നഗറിൽ നിന്നും വ്യത്യസ്തമായി ഇതിലൊരു ആശ്വാസം എന്നോണം ഈ അമ്മയും കുഞ്ഞും സുഖമായി തന്നെ ഇരിക്കുന്നു. ഇരുവരും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ ഡോക്ടറിന്റെ അടുത്തുണ്ട്. ഡോക്ടറിന്റെ എല്ലാ ചികിത്സയും തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, സുഖമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസം. മറ്റൊന്ന്, ഈ സുഹൃത്തുക്കളുടെ, ഈ പെൺകുട്ടികളുടെ ഒരു ഇടപെടലാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നൊക്കെ ഈ അമ്മയും കുഞ്ഞിനെ രക്ഷിച്ചത് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം നടന്നത്. ഈ യുവതി ബാത്റൂമിലേക്ക് കയറുന്നു. അതിനുശേഷം കുറെ സമയം കഴിഞ്ഞിട്ടും വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല. ഡോറ് തട്ടി നോക്കിയിട്ടൊന്നും അകത്തൊരനക്കവും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു എന്നല്ലാതെ വിളിച്ചിട്ട് വിളി കേൾക്കാത്തപ്പോഴാണ് ഇതിലൊരു അസ്വാഭാവികത ഈ സുഹൃത്തുക്കൾക്ക് തോന്നിയത്. ഉടൻ തന്നെ ഇവർ ഡോറ് വളരെ ശക്തിയായി തള്ളി തുറന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു ആൺകുഞ്ഞും ഒപ്പം ഈ യുവതി വലിയ അവശ നിലയിൽ, രക്തമാർന്ന നിലയിലൊക്കെ കാണപ്പെട്ടത്. അപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി, ഈ യുവതി പ്രസവിച്ച കുഞ്ഞാണെന്ന്. ഉടൻ തന്നെ നോർത്ത് പോലീസിനെ ഇവർ വിവരം അറിയിച്ചു. പോലീസും വനിതാ പോലീസും ഉൾപ്പെടെ എത്തി ഇരുവരെയും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കൊല്ലം സ്വദേശിയാണ് ഈ യുവതി, 23 വയസ്സുകാരിയാണ്. എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. ആൺ സുഹൃത്താണ്. ആൺ സുഹൃത്തിൽ നിന്നാണ് താൻ ഗർഭം ധരിച്ചതെന്ന് കുട്ടി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും ഈ ആൺ സുഹൃത്തിനെ വിളിക്കുകയും ആൺ സുഹൃത്തും ഇത് സമ്മതിക്കുകയും ചെയ്തു. സുഹൃത്തിനും ഇത് അറിയാവുന്ന കാര്യമായിരുന്നു. ഇവർ ഭയപ്പാട് കൊണ്ടാണ് കുടുംബത്തെ അറിയിക്കാതിരുന്നത്. എന്തായാലും പോലീസ് ഇരുവരുടെയും കുടുംബത്തെ അറിയിച്ചു. കുടുംബത്തിലുള്ളവരെല്ലാവരും തന്നെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. എന്തായാലും മറ്റ് അപകടങ്ങളിലേക്കൊന്നും തന്നെ ഈ യുവതി പോയില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. മറ്റൊന്ന്, 10 മാസമായി ഈ യുവതി ഗർഭിണിയായിരുന്നു. ഇത് ഒപ്പമുണ്ടായിരുന്ന, ഹോസ്റ്റലുണ്ടായിരുന്ന പെൺകുട്ടികൾ പോലും അറിഞ്ഞില്ല എന്നുള്ളത് വളരെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളത് വലിയ ആശ്വാസം തന്നെ. നവമി, പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 10 മാസം ഒരു ഗർഭാവസ്ഥ ഇങ്ങനെ ആരെയും അറിയിക്കാതെ എങ്ങനെ കൊണ്ടു നടക്കാൻ സാധിച്ചു? അതും സുഹൃത്തുക്കളുമായി ഒരുമിച്ച് ഒരു മുറിയിൽ താമസിക്കുമ്പോൾ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാലയളവിൽ ഒരിക്കൽ പോലും ഈ കുട്ടിക്കൊരു ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായില്ലേ, അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കുമോ? അത്തരത്തിൽ മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതേ ഇല്ല എന്നാണോ സുഹൃത്തുക്കൾ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അതുതന്നെയാണ് ആര്യ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അത്ഭുതവും. കാരണം സാധാരണ ഒരു സ്ത്രീക്ക് ഗർഭകാലത്തിലുണ്ടാകുന്ന വൈയായികകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ളതാണ്, നമ്മളൊക്കെ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെയാണ്. എങ്ങനെയാണ് 10 മാസം കുടുംബവും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒന്നും അറിയാതെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഓഫീസിലൊക്കെ ഇതൊന്നും അറിയാതെ എങ്ങനെയാണ് ഇതെല്ലാം മൂടി വെക്കുക എന്നുള്ളത് ഇപ്പോഴും അത്ഭുതമായി തന്നെ തുടരുന്നുണ്ട്. കാരണം ഈ വയറുമായി ബന്ധപ്പെട്ട്, ഈ വയറ് വരുമ്പോൾ സമയത്ത് തന്നെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഗ്യാസ് സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്, അതിനെ ചികിത്സ തേടുന്നുണ്ട്, അതാണ് വയറിങ്ങനെ വീർത്ത് വരുന്നത് എന്നുള്ളൊരു മറുപടിയാണ് സുഹൃത്തുക്കൾക്ക് നൽകിയത്. പക്ഷേ ഇന്നലെയൊക്കെ ഈ കുട്ടിയിൽ ഉണ്ടായ ചില അസ്വസ്ഥതകൾ, ചില ബുദ്ധിമുട്ടുകൾ ഈ സുഹൃത്തുക്കൾ അവരിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചോദിക്കുമ്പോഴെല്ലാം ഈ ചില അസ്വസ്ഥതകളുണ്ട്, പക്ഷേ ഗർഭസംബന്ധമായിട്ടുള്ള ഒരു വിവരം പോലും കൂട്ടുകാരികൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിലൊന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെയും വീണ്ടും ഈ ബാത്റൂമിൽ കയറി മണിക്കൂറുകൾ കഴിഞ്ഞും പുറത്തേക്ക് വരാതിരുന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സംശയം തോന്നുകയും പിന്നീടുള്ള അന്വേഷണത്തിലൊക്കെ ഒരു ആൺകുഞ്ഞിന്റെ ഗർഭം ധരിച്ചാൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്നൊക്കെ ഈ സുഹൃത്തുക്കൾ അറിയുന്നത്. എന്തായാലും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടലാണ്. സ്വന്തം മാതാപിതാക്കൾ, അതും ഒരു വീട്ടിൽ കഴിയുന്ന മാതാപിതാക്കൾ പോലും അറിയുന്നില്ല, മുറിയിൽ കഴിയുന്ന സുഹൃത്തുക്കൾ അറിയാതെ തന്നെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലൊക്കെ മറച്ചു വെക്കുമ്പോൾ അത് അവരുടെ ആരോഗ്യത്തിനും ഉണ്ടാകുന്ന കുട്ടിയുടെ ആരോഗ്യത്തിനുമൊക്കെ വലിയ രീതിയിൽ ദോഷകരമാകുന്ന, അല്ലെങ്കിൽ മരണത്തിലേക്ക് വരെ പോകുന്ന ഒരു അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പെൺകുട്ടികൾ ഇത് മറച്ചു വെക്കുന്നതോടുകൂടി കടക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒപ്പം തന്നെ കുടുംബത്തിനും നൽകേണ്ടതിന്റെ സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ പറയാനുള്ളതും. ആര്യ, നവമി സൂചിപ്പിച്ചത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. അതായത് എത്ര വലിയ അപകടങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഈ കുട്ടികൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായിട്ടൊക്കെ എത്രത്തോളം മരണത്തിലേക്ക് പോലും നയിക്കാവുന്ന
കാര്യങ്ങളിലേക്കാണ് ഇവര് ഇത്തരത്തിൽ അശ്രദ്ധമായി ചെന്ന് ചാടുന്നത് എന്നുള്ള കാര്യം കൂടി അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ബോധവൽക്കരണം സമൂഹത്തിൽ ഇത്തരത്തിൽ ഉണ്ടാകേണ്ട ആവശ്യകത കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നവമി, എന്തായാലും പോലീസ് എന്തായാലും ഈ വിഷയത്തിൽ കേസെടുത്തിട്ടില്ല, പരാതിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേസിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം, അല്ലേ? അതെ, തീർച്ചയായും റിയ. കാരണം ഈ യുവാവും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. യുവതി പറഞ്ഞ യുവാവിനെ വിളിക്കുകയും ഈ വിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ പോലീസ് ചെയ്തിട്ടുണ്ട്. യുവാവും കൊല്ലം സ്വദേശിയാണ്, യുവതിയും കൊല്ലം സ്വദേശിയാണ്. പക്ഷെ ഇവർ തമ്മിലുള്ളൊരു സൗഹൃദമാണോ, അത്തരം കാര്യങ്ങളൊന്നും പോലീസ് ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും യുവതിയുടെയും യുവാവിന്റെയും കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്, വീട്ടുകാരെത്തിയിട്ടുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. യുവതിക്കോ യുവാവിനോ പരാതിയൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ പോലീസ് ഇത് കേസുമായി ഒന്നും മുന്നോട്ട് പോകുന്നില്ല. പിന്നെ പനമ്പള്ളിയെ പോലെ പനമ്പള്ളി നഗറിൽ നടന്ന സംഭവം പോലെ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുവാനോ അത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്കൊന്നും തന്നെ യുവതി കടക്കാത്തതും കൊണ്ട് തന്നെ പോലീസ് ഇതിൽ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നില്ല. എന്തായാലും ഇരു കുടുംബങ്ങളെയും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ എത്തി. കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യം പൂർണ്ണ തൃപ്തിയുമാണ്. ആര്യ. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലും അഞ്ചുതെങ്ങിലും ശക്തമായ തിരമാല. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രാത്രി തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 3 വീടുകളിലാണ് കടൽ ജലം ഇരച്ചു കയറിയത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ രാവിലെയുള്ള തിരയടിയിൽ തകർന്ന വീടിന് മുന്നിലാണ്. ഇവിടുത്തെ വീട്ടമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് എത്ര മണിക്കായിരുന്നു ഈ വീടിൽ ഇങ്ങനെ വെള്ളം കയറിയത്? രാവിലെ ഒരു 7:30 മണിയായിരുന്നു. നമ്മൾ പള്ളിയിൽ പോണ സമയത്തിലാണ്. അപ്പോൾ മെമ്പർ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടലൊക്കെ കയറുന്നുണ്ട്, ഞാൻ നോക്കാൻ വന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് ഇവിടെ വെളിയിൽ നിൽക്കവെയാണ് അന്നേരം കടലടിച്ച് ഇതവിടെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വന്ന് റോഡ് ഇവിടെ നിന്ന് കയറി റോഡ് ക്രോസായി വന്ന് കടൽ. വളരെ ഈ തിര കയറിയപ്പോ തന്നെ വീട് പൊളിഞ്ഞു, അതോ കുറെ കഴിഞ്ഞിട്ടാണ്? ഇല്ല, അന്നേരം തന്നെ ഇടിച്ച് ഇതായി വന്നു. പിന്നെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഇതായി വന്നത്. ഈ പൊളിഞ്ഞു കിടക്കുന്നത് ആ ഭാഗത്തുള്ള കട്ടയാണല്ലേ? അതാണ്. അടിയിൽ മണ്ണൊന്നും ഇല്ല, അടിഭാഗത്തൊന്നും മണ്ണെല്ലാം പോയി. ഇവിടെ ആരൊക്കെ താമസിച്ചോണ്ടിരുന്നു? ഇവിടെ ഞാൻ, ഹസ്ബൻഡ്, 2 പിള്ളേര്. അവരൊക്കെ എങ്ങോട്ട് പോയി? ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേർ 2 പേര് അമ്മയുടെ അവിടെ ആക്കിയിട്ടുണ്ട്. രാത്രി കടലാക്രമണം ഉള്ളോന്ന് അറിഞ്ഞുകൊണ്ട് പിള്ളേരെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 2 പേരാണ്. സാധനങ്ങൾ ഉള്ളോണ്ട് നമ്മളിത് തുറന്നു കിടക്കുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 പേരും ഇവിടെ സ്റ്റേ ചെയ്തത്. പിള്ളേരെ അവിടെ ആക്കിയായിരുന്നു. ഇത് നേരത്തെ ഇങ്ങനെ ഈ കടലാക്രമണം വരുമ്പോൾ വീട്ടിൽ കർക്കിടക സമയം ആകുമ്പോഴൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അന്നേരം നമ്മൾ ഇതേപോലെ വൃത്തിയാക്കും. പിന്നെ വേറെ വീടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ പേരിൽ സ്ഥലം മേടിച്ചു കൊടുത്തായിരുന്നു. അതിലാണ് ഇപ്പൊ ഭവനം വെച്ചിട്ടിരിക്കുന്നത്, ഫിഷറീസ് വഴി 4 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ. പക്ഷെ അവിടെ 2 കെടു പൈസ കിട്ടി, ഇനി ബെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതുകൊണ്ട് വീട് പണി പൂർത്തിയാകാതിരിക്കുകയാണ്. നമുക്ക് വേറെ താമസിക്കാനും വേറെ വീടില്ല. മറ്റൊരിടത്ത് ഇങ്ങനെ വീടിന്റെ പണി നടക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. ഇവിടെ ഈ മറ്റു വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ടല്ലോ, അവരൊക്കെ ബുദ്ധിമുട്ടിലാണോ? ഇവിടെ അപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെയും കയറുന്നുണ്ട്. പിന്നെ മുഖ്യ വീടുകളും ഇവിടുന്ന് താമസം മാറിയ വീടുകളാണ്. ഇതിപ്പം ആരെങ്കിലും ഒക്കെ വന്ന് നോക്കിയായിരുന്നോ? നമ്മള് ഇവിടുത്തെ വാർഡ് മെമ്പർ മാത്രം വന്നായിരുന്നു. പിന്നെ ഇതേപോലെ ന്യൂസിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു 2 പേര്. ഈ കള്ളക്കടല് സാധാരണ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത്രയും ഇങ്ങനെ വീട്ടിൽ കയറാറുണ്ട്? അത് ഈ മഴക്കാലത്ത് പ്രാവശ്യം കള്ളക്കടൽ വന്നപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ആ ജനലൊക്കെ പൊട്ടിപ്പോയത്. അതിനു മുമ്പ് കർക്കിടക സമയം വരുമായിരുന്നു. അന്നേരം അകത്തുകൂടെ ഇങ്ങനെ കയറി വരുമായിരുന്നു. കിച്ചന്റെ വാതിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ട് വരെ വരുമായിരുന്നു. അങ്ങ് മൊത്തം നിറയും. എന്നിട്ട് 2-3 ദിവസം, ഒരാഴ്ച, ചിലപ്പോൾ ഒരാഴ്ച കാണും. അന്നേരം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഈ കള്ളക്കടല് നേരത്തെ ഇങ്ങനെ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രതിഭാസമാണ് ഈ കള്ളക്കടലെന്ന് ഇത് പേര് കൂടുതലായിട്ട് വരുന്നത്. നേരത്തെ പൊഴിയൂരും പൂവാറും ഒക്കെ നേരത്തെ വരികയും ചെയ്തു, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മാറ്റിയോ? സാധനങ്ങൾ റോഡിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വീടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ വെളിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ നിലയ്ക്കാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിസന്ധി. കള്ളക്കടൽ പ്രതിഭാസം ജാഗ്രതാ നിർദ്ദേശം അതേപടി നിലനിൽക്കുന്നുണ്ട്. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും അത് മാറ്റി ഓറഞ്ച് അലർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ
പല ഭാഗങ്ങളിലും ഇങ്ങനെ ശക്തമായ തിരയടിയുണ്ട്. ഇന്ന് രാത്രി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ അതെല്ലാം സുരക്ഷിതമായി വെക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇന്ന് രാത്രി 10 വരെ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര ഉണ്ടാകാമെന്ന മുന്നറിയിപ്പാണുള്ളത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് തിരുവനന്തപുരത്തെ സാഹചര്യം. ഇനി എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കൊച്ചിയുടെ തീരമേഖലകളിലും ജാഗ്രത തുടരുകയാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള മുന്നറിയിപ്പ് അത് എല്ലായിടത്തും തന്നെ നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ജാഗ്രത പാലിക്കുന്നു. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്താണുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ തിരമാലകളുണ്ട് എന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്, പരിസരത്തുള്ളവർ പറയുന്നത്. പോലീസിന്റെ ഒരു ജാഗ്രത ഇന്നലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അവർ ഒരു പെട്രോളിംഗ് ജീപ്പ് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടേക്ക് ആളുകൾ ഇതിലേക്ക് തീരത്തേക്ക് കൂടുതലായിട്ട് തിരകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ തിരമാലകൾ ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും അതിൽ ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഈ തീരമേഖലയിൽ പൊതുവെ തന്നെയും ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് ഇവിടേക്ക് എത്തുന്നവരോടെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുന്നത്. ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് തന്നെ വിനോദ സഞ്ചാര ഒരു മേഖല കൂടിയാണ്. നമുക്കൊപ്പം ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ ലൈഫ് ഗാർഡായി നോക്കുന്ന പേരെങ്ങനെയാണ്? സർജൻ. സാധാരണഗതിയിലും ഒരു തിര കൂടുന്ന ഒരു അവസ്ഥയാണോ? എന്താ തോന്നുന്നത്? ഇപ്പൊ ലോ ടൈഡാണ്. ഇപ്പൊ ഹൈ ടൈഡ് 6:12 വൈകുന്നേരം 6:12. സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ ഒരു തിരമാല തെരച്ചിൽ കൂടുതലാണ്. എന്താണ് നമ്മൾക്കെന്ന നിർദ്ദേശം എങ്ങനെയാണ്? ഇന്ന് തന്ന ഈ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ആയതുകൊണ്ട് പോലീസിന്റെ ഒരു ജാഗ്രതയുണ്ട് തീർച്ചയായും. ഇവിടേക്ക് ഇറങ്ങരുതെന്നുള്ള ഉണ്ട്. അവർക്ക് മാറി നിൽക്കാൻ ഇന്നിപ്പോ ബീച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇറങ്ങാൻ പാടില്ല. എത്ര സമയം വരെ ഇതിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ട്? ഇവിടെ നാളെ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ആളുകളെ ഒന്നും ഇവിടെ നിർത്താതെ നോക്കുവാണ്. ഓക്കെ നേരെ അടിച്ചു കയറുന്നുണ്ട്, ശക്തിയായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അവരെ വീട് മാറ്റുന്നുണ്ട്, ബാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു മുന്നറിയിപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങളിലെല്ലാം നിന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ, കൊച്ചിയുടെ തീരമേഖലയിൽ നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ അടക്കമുണ്ട്. അവർക്കെല്ലാം ഈ മുന്നറിയിപ്പ് ബാധകമാണ്. അവരോട് മീൻപിടുത്തത്തിന് പോകുന്നതിനടക്കം ഒപ്പം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ കടന്നു പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ ഇതാണ് ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ചെല്ലാനം, വൈപ്പിൻ മേഖലകളിലാണ് കൂടുതലായും തന്നെയും തീരമേഖലകളുള്ളത്. മീൻപിടുത്തക്കാർ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലായുമുള്ള ഒരു പ്രദേശമെല്ലാം തന്നെ ഇവിടെയാണ്. ഹാർബറുകൾ ഇവിടെയാണ്. ഇവിടങ്ങളെല്ലാം തന്നെ അങ്ങനെയൊരു നിയന്ത്രണത്തിലും കടുത്ത മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുമാണ് ഈ സമയം കടന്നുപോകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂരിലെ തീരപ്രദേശങ്ങളിലും കടൽ കയറി. ചന്തക്കടപ്പുറം, കാര അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കടന്നത്. രാത്രി 7:30യോടെയാണ് കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത്. മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ വൻ നഷ്ടം ഒഴിവായി. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ യദുവിനെതിരെ പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകും. സംഭവ ദിവസം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചു. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാട്ടിയാകും റിപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗിനിടെ യദു കാണിക്കുന്ന മോശം പ്രവണതകളെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മേയറുമായുള്ള തർക്കം, മേയറുടെ കുടുംബവുമായുള്ള തർക്കം നടക്കുന്ന ദിവസം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെ ഏതാണ്ട് 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പരമാവധി 2 ഇടങ്ങളിലൊക്കെയാകും ഹാൾട്ട് ഉണ്ടാകുക. അവിടെ തന്നെ 10 മിനിറ്റ് വീതമാണെങ്കിലും 20 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് ഫോൺ കോൾ നടന്നിരിക്കുന്നു. കൂടുതൽ സമയം ഫോൺ വിളിച്ചിരിക്കുന്നു. ഇത് തന്നെ
പല പല കോളുകളാണ്. അതായത് ഡ്രൈവിങ്ങിനിടയിൽ യദു ഫോൺ ഉപയോഗിച്ചിരിക്കുന്നു. അതും ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് ഈ ഡ്രൈവിംഗ് സമയത്തിനിടയിൽ സംസാരിച്ചു എന്നത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ പോലീസിൻ്റെ നടപടിയായി പ്രത്യേകിച്ചില്ല. പകരം പോലീസ് ഈ കാര്യങ്ങൾ വിശദമാക്കി KSRTCക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. KSRTCയുടെ ആഭ്യന്തര വിഭാഗത്തിൻ്റെ അന്വേഷണം ഇതിനകം തന്നെ പല കാര്യങ്ങളിലായി നടക്കുന്നുണ്ട്. നേരത്തെ ചലച്ചിത്ര താരം നൽകിയ പരാതിയുണ്ട്. അതിൽ യദു നിഷേധിച്ചിരുന്നു. തൃശ്ശൂർ വരെ പോകുന്ന താൻ എങ്ങനെയാണ് കുന്നംകുളത്ത് അപമര്യാദയായി പെരുമാറുന്നതെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ KSRTCയുടെ രേഖകൾ പുറത്തു വന്നപ്പോൾ ആ സമയത്ത് യദു തന്നെയാണ് ബസ് ഓടിച്ചിരുന്നതെന്ന് കണ്ടെത്തി. മാത്രവുമല്ല തൃശ്ശൂരിനപ്പുറത്തേക്ക് യദുവിൻ്റെ അന്നത്തെ സർവീസ് ഉണ്ടായിരുന്നു എന്ന കാര്യവും രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഈ തരത്തിൽ പല മൊഴികൾ മാറ്റിപ്പറയുകയും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അറിയില്ലെന്നോ മറന്നുപോയെന്നോ ഉള്ള മറുപടികൾ നൽകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അതേസമയം നേരത്തെ തന്നെ മറ്റൊരു അഭിഭാഷകൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതി മേയർക്കും അതോടൊപ്പം തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെൻറ്റ് പോലീസ് MLA സച്ചിൻ ദേവ് അടക്കം 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. യദുവിൻ്റെ ഹർജി പിന്നീടാകും കോടതി പരിഗണിക്കുക. BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കത്തിലേർപ്പെട്ട KSRTC ബസ് ഡ്രൈവർക്കെതിരെ പരാതി പറഞ്ഞ നടി റോഷ്ന ആൻഡ് ജോയിയോട് സംസാരിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തന്റെ പരാതി സത്യസന്ധമെന്ന് തോന്നിയതുകൊണ്ട് ഇടപെടുന്നുവെന്ന് മന്ത്രി പറഞ്ഞതായി റോഷ്ന ന്യൂസ് 18നോട് പറഞ്ഞു. നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും റോഷ്ന പ്രതികരിച്ചു. മന്ത്രി KB ഗണേഷ് കുമാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇതുപോലെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്രയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുമെന്ന് ഞാൻ അതും ബോധപൂർവ്വം എടുത്തു ചാടുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ജെന്യുവിൻ കേസായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ഇതിൽ ഇടപെടുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന MBD അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. K. സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനം കൈമാറുന്നതിൽ ആശയക്കുഴപ്പം. ചുമതല എപ്പോൾ കൈമാറുമെന്ന് തീരുമാനിക്കാൻ വീണ്ടും യോഗം ചേരും. അധ്യക്ഷ സ്ഥാനം തിരികെ വേണമെന്ന ആവശ്യത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ KPCC അധ്യക്ഷന്റെ ചുമതല MM ഹസന് കൈമാറിയ K. സുധാകരൻ ഇന്നലെ തലസ്ഥാനത്തേക്ക് തിരികെയെത്തിയത് KPCCയുടെ നേതൃയോഗത്തിൽ അദ്ദേഹത്തിന്റെ പദവിയിലേക്ക് തിരികെ എത്താമെന്ന പ്രതീക്ഷയോടെയായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭാവികളും ഒപ്പമുണ്ടായിരുന്നവരും എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അതിൽ അനിശ്ചിതത്വം നേരിടുന്നുവെന്ന നിർണായകമായ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അവിടെ പ്രധാനമായി ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കൂടി വന്നതിന് ശേഷം മാത്രം KPCC അധ്യക്ഷ സ്ഥാനം K. സുധാകരന് തിരികെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയാൽ മതി എന്ന നിലപാടിലേക്ക് നേതാക്കളിൽ ഒരു വിഭാഗം എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും K. സുധാകരനോട് ഒപ്പമുള്ളവർ ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചനകൾ അനുസരിച്ച് 7-ാം തീയതി ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ നേതൃത്വം കൂടിയാലോചനകൾ നടത്തിയ ശേഷമായിരിക്കാം ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് അനുഭാവപൂർണമായ ഒരു തീരുമാനം K. സുധാകരനെ വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ ക്യാമ്പുള്ളത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ അത് കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്കിടയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് ഇനി കോൺഗ്രസിന് മുമ്പിലുള്ള ലക്ഷ്യം. അതിനെ നയിക്കാൻ സുധാകരൻ പ്രാപ്തനല്ല എന്ന നിലപാടുമായി ഒരു വിഭാഗം നിലയുറപ്പിക്കുമ്പോൾ K. സുധാകരനെ അനുകൂലിക്കുന്ന പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം, നേതാക്കളിൽ ബഹുഭൂരിപക്ഷം അവർ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വെത്തുന്ന സാഹചര്യമുണ്ടാകും. അത് സംഘടനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് എടുത്തുചാടി സുധാകരനെതിരെ അത്തരമൊരു നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. പക്ഷേ താൽക്കാലികമായെങ്കിലും അദ്ദേഹത്തിന് KPCC അധ്യക്ഷന്റെ ചുമതല കൈമാറുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. MK രാഘവൻ തനിക്കെതിരെ KPCC യോഗത്തിൽ വിമർശനമുയർത്തിയെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് T. സിദ്ദിഖ് MLA. പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവമായി നടക്കുന്ന പ്രചാരണമാണിത്. പ്രചാരണ രംഗത്ത് T. സിദ്ദിഖിൽ നിന്നും സഹകരണമുണ്ടായില്ലെന്ന വിമർശനമാണ് ഇന്നലെ ചേർന്ന KPCC യോഗത്തിൽ MK രാഘവൻ ഉന്നയിച്ചത്.
ഇന്നലെ ശ്രീ എം കെ രാഘവൻ KPC മീറ്റിംഗിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ശ്രീ എം കെ രാഘവൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല പിന്തുണ കിട്ടി, ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നു, നല്ല വിജയം കോഴിക്കോട് ഉണ്ടാകും എന്നാണ് ബഹുമാന്യനായ ശ്രീ എം കെ രാഘവൻ മീറ്റിംഗിൽ പ്രസംഗിച്ചത്. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരാൾ SMS അയക്കുകയാണ്, നിങ്ങൾക്കെതിരായി എം കെ രാഘവൻ മീറ്റിംഗിൽ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വാർത്ത നോക്കി. തൃശ്ശൂരിൽ ജോസ് വള്ളൂരിനെയും TM പ്രതാപനെയും ഇരുത്തി മുരളീധരൻ വിമർശിച്ചു. എം കെ രാഘവൻ ഞാൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആഞ്ഞടിച്ചു. ഇതാണ് വാർത്ത. ഇത് രണ്ടും തെറ്റാണ്. അവിടെ വെച്ച് തന്നെ ആ മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ഇട്ടു, ചേവായൂർ ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അതേ മീറ്റിംഗിൽ റൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ റൈസ് ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അതല്ലാതെ ഒരു കേസും പറഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിന് പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച പോളിംഗ് നടക്കും. അസമിലെ 4 സീറ്റുകളിലും ബീഹാറിലെ 5 സീറ്റുകളിലും ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലും ഗോവയിലെ 2 സീറ്റുകളിലും ഗുജറാത്തിലെ 26 സീറ്റുകളിലും കർണാടകയിലെ 14 സീറ്റുകളിലും മധ്യപ്രദേശിലെ 8 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളിലും ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലും പശ്ചിമ ബംഗാളിലെ 4 സീറ്റുകളിലും ദാദ്ര നഗർ ഹവേലി ദാമൻ ദ്യൂവിലെ 2 സീറ്റുകളിലും ജമ്മു കശ്മീരിലെ 1 സീറ്റിലുമാണ് 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് മെയ് 7-ന് നടക്കുക. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ, അധീർ രഞ്ജൻ ചൌധരി അടക്കമുള്ള നേതാക്കളാണ് 3ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. രാമക്ഷേത്ര ദർശനത്തിന് ശേഷം റോഡ് ഷോയും ഉണ്ടാകും. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിയുടെ ആദ്യ അയോധ്യ സന്ദർശനമാണിത്. വാരണാസിയിൽ മോദി 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 13-ന് മണ്ഡലത്തിൽ കൂറ്റൻ റോഡ് ഷോയും ഉണ്ടാകും. ജൂൺ 1-നാണ് വാരണാസിയിൽ വോട്ടെടുപ്പ്. തുടർച്ചയായ 3ാം തവണയാണ് മോദി വാരണാസിയിൽ ജനവിധി തേടുന്നത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഹാസൻ MP പ്രജ്വൽ രേവണ്ണ കീഴടങ്ങിയേക്കും. UAE-യിൽ നിന്ന് മംഗളൂരു വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് സൂചന. പിതാവ് HD രേവണ്ണ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് പ്രജ്വലിന്റെ മടക്കമെന്ന സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക പീഡന കേസിൽ ജനതാദൾ S നേതാവും MLA-യുമായ HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. വീട്ടിലെ ജോലിക്കാരിയോട് ലൈംഗിക അതിക്രമം കാണിച്ചെന്നാണ് കേസ്. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയെന്നും ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന മറ്റൊരു കേസും രേവണ്ണയ്ക്കെതിരെയുണ്ട്. രേവണ്ണയുടെ മകനായ പ്രജ്വൽ ചിത്രീകരിച്ച അശ്ലീല വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീയെ രേവണ്ണയുടെ സഹായികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതിയുണ്ടായിരുന്നു. കശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനയുടെ വാഹനങ്ങൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 6 പ്രദേശവാസികൾ കസ്റ്റഡിയിൽ. ഭീകരർക്ക് ഇവർ പ്രാദേശിക സഹായം നൽകിയതായാണ് വിവരം. കൂടുതൽ വിശദാംശങ്ങളുമായി KP അഭിലാഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തുള്ള ആക്രമണം, അതിലിപ്പോൾ പ്രദേശവാസികൾ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള 6 പേർ ആണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. എന്നാൽ ഇവരുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമാണ് ഈ ഭീകര ആക്രമണവുമായി ഇവർക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നിലവിൽ 6 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരുടെ പേര് വിവരങ്ങളോ മറ്റും ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അതുമാത്രവുമല്ല, എവിടെ വെച്ചാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും സൈനിക കേന്ദ്രങ്ങൾ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് 6:15 ഭീകരരുടെ ഭാഗത്ത് നിന്ന് നാവികസേനയുടെ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ വെടിയുതിർത്തത്. 2 വാഹനങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് മേഖലയിൽ വരുന്ന സുരൻകോട്ടിലെ സനായി ടോപ്പിലേക്ക് നീങ്ങുകയായിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ശശിധർ എന്ന പ്രദേശത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഇങ്ങനെ ഒരു പ്രദേശത്ത്, ഇത് വനമേഖലയാണ്, ഈ മേഖലയിൽ നിന്നുകൊണ്ട് ഭീകരർക്ക് ആക്രമണം നടത്തണമെങ്കിൽ അതിന് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ടാകണം. ഇത്തരത്തിൽ
ഭീകരർ ഒളിച്ചിരിക്കാൻ ഉൾപ്പെടെ പ്രാദേശികമായ സഹായം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രാദേശികമായ ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇവരുടെ പങ്ക് വ്യക്തമായാൽ മാത്രമായിരിക്കും, വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം പങ്ക് വ്യക്തമായാൽ മാത്രമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഈ മേഖല ഉൾപ്പെടുന്ന അനന്ത്നാഗ്, രജൌരി മേഖല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ 25-ാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ ഉടനീളം നമുക്കറിയാം, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഈ പ്രദേശത്ത് അടക്കം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപൂർണ്ണമായി നടക്കുകയാണ് എങ്കിൽ അധികം വൈകാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്ന സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ തീവ്രവാദ ആക്രമണങ്ങളെയും അതീവ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടി വരുന്നത്. കാരണം സമാധാന അന്തരീക്ഷം തകർക്കപ്പെട്ടാൽ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വലിയ പ്രതിസന്ധി നേരിടുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 2003 ശേഷം ഏതാണ്ട് 2 പതിറ്റാണ്ടോളം ആയി ഈ പൂഞ്ച് സെക്ടർ എന്നത് പൊതുവെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പറ്റിയിരുന്ന മേഖല തന്നെയാണ്. പക്ഷേ അടുത്തിടെ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. പ്രത്യേകിച്ച് ജനുവരിയിൽ പൂഞ്ച് സെക്ടറിലെ കൃഷ്ണഘട്ടിയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നിരുന്നു. അതിനു മുമ്പ് ഡിസംബർ മാസത്തിൽ ആയിരുന്നു ബുഫ് ലിയാസിൽ ഇത്തരത്തിൽ ഭീകര ആക്രമണം ഉണ്ടായത്. എന്തായാലും 4 സൈനികരുടെ സ്ഥിതി ഇപ്പോഴും മോശമാണ്. ഇവർ ഉദ്ധംപൂരിലെ സൈനിക ആശുപത്രിയിലാണ് ചികിത്സയിൽ ഉള്ളത്. അതിൽ ഒരു സൈനികൻ്റെ നില അതീവ ഗുരുതരമാണ്. ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. രാഷ്ട്രീയ റൈഫിൾസ് ആണ് തെരച്ചിൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആര്യ. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ നടന്ന വ്യോമസേനയുടെ വാഹനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചിരുന്നു. അതോടൊപ്പം 4 പേരുടെ നില ഗുരുതരമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ വാർത്തയിൽ വന്നത് ഇപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളായ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ പ്രൊഫഷണൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ അല്പസമയത്തിനകം തുടങ്ങും. ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ് പരീക്ഷ. കേരളത്തിലും വിവിധ കേന്ദ്രങ്ങളിലും പരീക്ഷ നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാൻ, ഏത് സെന്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? നല്ല ചൂട്, പുറത്തും ചൂട്, കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷ ചൂട്, അങ്ങനെ ഒരു അവസ്ഥയാണ്. എങ്ങനെയാണ് അവിടുത്തെ മുന്നൊരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ അതായത് ഉഷ്ണ കാറ്റ് അടക്കം വീശുന്ന സാഹചര്യത്തിന് നടുവിലാണ് അതിനേക്കാൾ വലിയ ഒരു ആവേശത്തിൽ ഈ പരീക്ഷകൾ, നീറ്റിന്റെ എക്സാം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ഞാനുള്ളത് തിരുവനന്തപുരം നാലാഞ്ചേരിയിലുള്ള സർവോദയ സെൻട്രൽ സ്കൂളിലാണ്. ഇതിന് പുറമെ മുക്കോല ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ നീറ്റിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ എത്തി അവർ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ വലിയ ചൂടിൽ വലിയ പ്രയാസത്തോടെയാണ് അവർ ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്ത് മാതാപിതാക്കളൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗേറ്റിന് മുൻപിലുള്ള വഴികളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും നമുക്കറിയാം, നേരത്തെയും ഈ പരീക്ഷയ്ക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട കർശനമായ സുരക്ഷാ പരിശോധനകൾ നടത്താറുണ്ട്. ആ പരിശോധനകളൊക്കെ ഇത്തവണയും എല്ലാ കേന്ദ്രങ്ങളിലും സമാനമായ തലത്തിൽ തന്നെ നടന്നു. പക്ഷേ മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത വിധത്തിലാണ് ആ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയായിരുന്നു ചെക്ക് ഇൻ ടൈം. അതിനുശേഷം ഇപ്പോൾ വാർണിംഗ് ബെല്ല് അടിച്ചിരിക്കുകയാണ്. 2 മണിക്ക് തന്നെ, കൃത്യം 2 മണിക്ക് തന്നെ പരീക്ഷകൾ ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ 5 മണി വരെയാണ് എക്സാം ടൈം. അതിനുശേഷം 5:20 വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരും. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ എല്ലായിടത്തുമുണ്ട്. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് പരീക്ഷ എഴുതാനെത്തുന്ന വിദ്യാർത്ഥികളെ അകത്തേക്ക് കടത്തിവിടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ പരിശോധന എല്ലാ കേന്ദ്രങ്ങളിലും പുരോഗമിച്ചുകൊണ്ടിരുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായി തന്നെ 2 മണിക്ക് എല്ലാ കേന്ദ്രങ്ങളിലും പരീക്ഷ ആരംഭിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നാണ് ഡാൻ വിശദാംശങ്ങൾ നൽകിയത്.
ഡൽഹിയിൽ സ്കൂളുകളിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം റഷ്യയെന്ന് പോലീസ്. ഇമെയിൽ അയച്ചവരെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി റഷ്യയുടെ സഹായം തേടും. CBI വഴി ഇന്റർപോളിന്റെയും സഹായം തേടിയിട്ടുണ്ട്. ഇമെയിൽ അയച്ച കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് കണ്ടെത്താൻ ഗൂഗിളിനെയും സമീപിച്ചു. മുമ്പുള്ള വ്യാജ ഭീഷണി കേസുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 200-ലേറെ സ്കൂളുകൾക്കാണ് ബുധനാഴ്ച ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. പണം കിട്ടാതെ വന്നതോടെ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ സമരത്തിലേക്ക്. തിങ്കളാഴ്ച മുതൽ പന്തൽ കെട്ടി സമരം നടത്തുമെന്നാണ് പ്രഖ്യാപനം. നേരത്തെ ബാങ്ക് നൽകിയ പല അവധികളും തെറ്റിയതോടെയാണ് നിക്ഷേപകർ സമരത്തിലേക്ക് കടക്കുന്നത്. നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA-യുടെ സാന്നിധ്യത്തിൽ ഈ പണം തിരികെ നൽകാനൊരു ചർച്ച നടന്നിരുന്നു. ഏതാണ്ട് 25 ലക്ഷത്തോളം തുക നൽകുകയും അങ്ങനെ കൃത്യമായി അത് തിരിച്ചു നൽകും എന്നായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഈ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ സമരങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത്. 7-ാം തീയതി പോരാ, എനിക്ക് അത്യാവശ്യം ട്രീറ്റ്മെന്റ് പൈസ വേണം, എനിക്ക് 15 ലക്ഷം രൂപ 30 ലക്ഷം ഉണ്ട്, 15 ലക്ഷം രൂപ വേണം നേരത്തെ പോലെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 15 ലക്ഷം രൂപ അത്യാവശ്യം വേണം, ബാക്കി നമുക്ക് സാവകാശം തരാം. ഇപ്പോൾ തിങ്കളാഴ്ച നോക്കാൻ തരാമെന്ന് പറഞ്ഞിരിക്കുക. തിങ്കളാഴ്ച അവൻ കുറച്ച് പേര് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ പോയി രാവിലെ തിങ്കളാഴ്ച പോകുന്നു, ബാക്കി എല്ലാവരും ചൊവ്വാഴ്ച വരാൻ പറഞ്ഞു. തിങ്കളാഴ്ച കുറച്ച് പേര് പോകുന്നുണ്ട്. തിങ്കളാഴ്ച പോയിട്ട് ഞങ്ങൾ അവിടെ ഫ്ലെക്സും കെട്ടി, പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെക്സും കെട്ടി അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങും, ഉപരോധം തുടങ്ങുകയാണ്. എന്തായാലും നിക്ഷേപകർ പലതരത്തിൽ ED-ക്കടക്കം പരാതി നൽകിയെങ്കിലും ED അന്വേഷണത്തിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്താത്തത്, സഹകരണ വകുപ്പ് കൃത്യമായി അന്വേഷിക്കാത്തത്, മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തത്, ഇതെല്ലാം ഈ CPM ഭരിക്കുന്ന ഈരാറ്റുപേട്ട ബാങ്കിനെ ഫലത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കരുവന്നൂരിലുൾപ്പെടെ നടന്നതുപോലെയുള്ള ഒരു തട്ടിപ്പ്, സമാനമായ തട്ടിപ്പ് തന്നെയാണ് ഈരാറ്റുപേട്ടയിലും നടന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ്. പീക്ക് സമയത്തെ ആവശ്യകതയിൽ മാറ്റമില്ല. ഇന്നലെ 112.525 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ ആവശ്യകത 5754 മെഗാവാട്ടാണ്. നിയന്ത്രണങ്ങൾ പീക്ക് സമയ ആവശ്യകത കുറയ്ക്കുന്നില്ലെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. വേനൽ കടുത്തതോടെ തലസ്ഥാനത്തിന് കുടിവെള്ളം എത്തിക്കുന്ന പേപ്പാറ ഡാമിൽ വെള്ളം ഗണ്യമായി കുറഞ്ഞു. 1 മാസത്തേക്കുള്ള കുടിവെള്ളം മാത്രമാണ് ബാക്കിയുള്ളത്. VV അരുണിന്റെ റിപ്പോർട്ട് കാണാം. തലസ്ഥാന നഗരവാസികൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ജലസംഭരണിയാണ് പേപ്പാറ. ആ പേപ്പാറയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. എപ്പോഴും നിറഞ്ഞ് കിടക്കുന്ന ഡാമാണ്, റിസർവോയറാണ്. അവിടെയാണ് ഈ അവസ്ഥയിലേക്ക്, അതായത് ജലനിരപ്പ് വളരെയധികം താഴ്ന്ന അവസ്ഥയിലാണ് പേപ്പാറ ഉള്ളത്. പേപ്പാറയിൽ 107.5 മീറ്റർ വരെയാണ് ശരാശരി വെള്ളം, പരമാവധി വെള്ളം ഉൾക്കൊള്ളുന്നത്. അതിനുശേഷം വെള്ളം വരുമ്പോൾ തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ ഈ ജലനിരപ്പ് 99.25 മീറ്ററിൽ എത്തി നിൽക്കുന്നു. അതായത് പേപ്പാറയിൽ കടുത്ത വേനൽക്കാലത്ത് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ ഈ വേനലിൽ, ഈ ശക്തമായ വേനലിലും ജലനിരപ്പ് വളരെയധികം താഴ്ന്നു നിൽക്കുകയാണ്. ജൂൺ 10-ാം തീയതി വരെ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേനൽ മഴ ശക്തമാകുകയോ അല്ലെങ്കിൽ കാലവർഷം ആരംഭിക്കാതിരിക്കുകയോ ചെയ്താൽ ജൂൺ 10 വരെ ഇവിടെ നിന്ന് നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയാണ്. അതിനപ്പുറത്തേക്ക് വളരെ ദുഷ്കരമായി തീരും നഗരവാസികൾക്ക് കുടിവെള്ള ലഭ്യത. ആ രീതിയിലാണ് ശരാശരി പ്രതിദിനം 375 MLD ജലമാണ് നഗരത്തിന് ആവശ്യമുള്ളത്. അത് ഒരുപക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഏറിയും കുറഞ്ഞു വരിക്കുമെങ്കിലും ശരാശരി 375 MLD ആണ് തലസ്ഥാനത്തിന് വേണ്ട വെള്ളം. ആ ഒരു കണക്ക് വെച്ചാണ് ഇപ്പോൾ ജൂൺ 10 മുതൽ 15 വരെ ഇപ്പോഴത്തെ ഈ ഇവിടെയുള്ള ജലനിരപ്പ് 99.25 മീറ്ററാണ് ഇന്നത്തെ അവസ്ഥ. വൈകുന്നേരമാകുമ്പോൾ ഇത് വീണ്ടും എല്ലാ ദിവസവും 10 മുതൽ 15 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് താഴാറുണ്ട് എന്നാണ് ഈ വാട്ടർ അതോറിറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ജലനിരപ്പിൽ കുറവുണ്ടാകും. മഴ മാത്രമാണ് ഇനി ഒരു ആശ്രയം. അല്ലെങ്കിൽ ഈ ദിവസത്തിനപ്പുറത്തേക്ക്, ഈ ജൂൺ 10-നപ്പുറത്തേക്കൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നഗരത്തിലെ കുടിവെള്ള വിതരണം കൂടി മാറുമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ 99.25 മീറ്ററാണ് ഇവിടെ ഈ ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഡാമിന്റെ ഏതാണ്ട് 1/4 ഭാഗത്തോളം ഉയരത്തിൽ വെള്ളം നിൽക്കും. അതാണ് ഈ മീറ്റർ കണക്കിന് അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഈ ഡാമിന്റെ 1/4 ഭാഗത്തോളം ഉയരത്തിൽ പരമാവധി വെള്ളം
കെട്ടി നിൽക്കാറുണ്ട് ഇവിടെ മഴ സമയത്തും സാധാരണ വേനല്ലാത്ത സമയത്തുമൊക്കെ. ഏതായാലും 88 മീറ്റർ വരെ ഇവിടെ ജലനിരപ്പ് താഴ്ന്ന അവസരമുണ്ട്. അതാണൊരു ആശ്വാസമുള്ളത്. അതിലേക്ക് എത്താൻ ഇനിയും 11 മീറ്ററോളം ഉണ്ട്. അത്രയും വെള്ളം ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഏതായാലും ബോണക്കാട് നിന്നും ചെമ്മഞ്ചിമുട്ടയിൽ നിന്നുമൊക്കെയുള്ള ജലമാണ് ഇവിടെ ഈ പേപ്പാറ ഡാമിൽ സംഭരിച്ച് തലസ്ഥാനവാസികൾക്ക് ഇവിടെ നിന്ന് വിതരണം ചെയ്ത ശുദ്ധീകരണത്തിന് ശേഷം അരുവിക്കരയിൽ നിന്നും വിതരണം ചെയ്യുന്നത് ഈ കുടിവെള്ളമാണ്. അവിടെയാണ് ഇപ്പോൾ കുടിവെള്ള ലഭ്യത, ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത്. ഇപ്പോൾ 99.25. വരും ദിവസങ്ങളിലും മഴ കനിഞ്ഞില്ലെങ്കിൽ പേപ്പാറയിലെ ജലനിരപ്പ് ഇനിയും കുറയുമെന്നാണ് ആശങ്ക. അത് തലസ്ഥാനവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് ഉയർന്നു വരുന്നത്. പേപ്പാറയിൽ നിന്നും ഹരികൃഷ്ണനൊപ്പം വി അരുൺ, ന്യൂസ് 18. പലയിടത്തും നീർച്ചാൽ മാത്രമായ നിള ഇപ്പോൾ മണലടിഞ്ഞ് മരുഭൂമി പോലെ ആയിരിക്കുകയാണ്. നിള ഇല്ലാതാകുമ്പോൾ ഒരു സംസ്കാരം തന്നെ കുറ്റിയറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ള അന്വേഷണമാണ് ന്യൂസ് 18 നടത്തുന്നത്. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. MTയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിള, ഭരതൻ്റെയും ലോഹിദാസിൻ്റെയും MTയുടെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ സിനിമകളിലെ നിള. ഇതാണ് നമ്മൾ കണ്ടതും കേട്ടതുമായ നിള. പക്ഷേ ആ നിളയ്ക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു നദി എങ്ങനെ മരണത്തെ മുഖാമുഖം കാണും? അതാണിപ്പോൾ നിളയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ആർത്തലച്ചു പെയ്യുന്ന മഴയത്ത് മാത്രം ഋതുമതിയാകുന്ന നിള. അല്ലാത്തപ്പോൾ മരുഭൂമി പോലെ വെന്തു ജ്വലിച്ചങ്ങനെ കിടക്കും. കടുത്ത ഉഷ്ണത്തിൽ നിളയുടെ സഖിയായ ആറ്റുവഞ്ഞിച്ചെടികൾ പോലും കരിഞ്ഞുണങ്ങി മൃതപ്രായയായി. ഉണങ്ങിയ ചെടികൾക്ക് തീയിട്ടു രസിക്കുന്ന ഇരുകാലികൾ തന്നെയാണ് നിളയെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടത്. മരുഭൂവൽക്കരണത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാക്കിയ നദി നിളയായിരുന്നു. ഊഷരഭൂമിയായി ഒരു നദി പരിണമിക്കുമ്പോൾ രക്ഷയ്ക്കാരും എത്തിയില്ല. മരണാസന്നയായ ഒരു നദിയുടെ എല്ലാ പാരിസ്ഥിതിക ലക്ഷണങ്ങളും നിള കാണിക്കാൻ തുടങ്ങിയത് 3 പതിറ്റാണ്ടെങ്കിലും മുമ്പാണ്. സംസ്കാര സമ്പന്നമായ ഒരു നാട്ടറിവ് ചരിത്രമുണ്ടായിരുന്ന നിളാനദി പലയിടങ്ങളിലും ഇന്ന് നീർച്ചാലാണ്. ശരിക്കും നമ്മുടെ ഒരു കൈക്കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കേണ്ട ഒരു ഇടമാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴ, നിളാനദി. നമ്മുടെ കുടിവെള്ള സ്രോതസ്സാണെന്ന് കണക്കാക്കാതെ അതിലേക്ക് മാലിന്യങ്ങൾ, പട്ടണ മാലിന്യങ്ങൾ, നഗരമാലിന്യങ്ങൾ ഒലിച്ചു വിട്ടുകൊണ്ടേ ഇട്ടിരിക്കുന്ന ഒരു ഇടം. അതിനപ്പുറം എന്തൊക്കെ തരത്തിൽ പുഴയുടെ വീതി വ്യത്യാസത്തെ കുറക്കാം, അതിന് എന്തൊക്കെ തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടത്താം എന്ന് ഇപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരതപ്പുഴയിൽ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ഇത്തരം ഒരു ചിന്തകളിലേക്ക് നമ്മളും നമ്മുടെ നാട്ടുകാരും അതുപോലെ നമ്മുടെ പുതുതലമുറയും
എല്ലാം കരുതി മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മൾക്ക് വിജയമുള്ളൂ. നീർക്കാക്കകളും കൊറ്റികളുമൊക്കെയായി അവശേഷിക്കുന്ന ജലത്തിൽ മുങ്ങി നിവർന്ന് എങ്ങോട്ടോ പറവകൾ പറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ജൈവ വൈവിധ്യത്തിന്റെ കലവറ നിളയുടെ സംസ്കാരത്തോട് ചേർന്നു നിന്നിരുന്നു. ഗ്രാമീണ വനങ്ങൾ നാശോന്മുഖമായപ്പോൾ നിളമണപ്പുറങ്ങൾ മരുഭൂമി കണക്കെ ചുട്ടുപഴുത്തു. നദീമുഖത്ത് ജലസേചന പദ്ധതികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. പോഷക നദികളെയും മനുഷ്യർ അണകെട്ടി സ്വന്തമാക്കി. നിളയിലേക്ക് ഒഴുകേണ്ട വെള്ളം ആരൊക്കെയോ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. നദീമുഖത്ത് അണകെട്ടുന്നവർ ശിശുഹത്യാപാപം ചെയ്യുന്നവരാണെന്ന് കാളിദാസൻ പണ്ടേ പറഞ്ഞതാണ്. നിളയോരങ്ങൾ പലതും ടൗൺഷിപ്പുകളായി. നിളാമുഖത്തേക്ക് മാലിന്യങ്ങൾ തള്ളി നഗരം ഒരു നദിയുടെ ആത്മാവിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിലുള്ള കാലാവസ്ഥയുടെ പ്രതികൂല വ്യതിയാനത്തിന്റെ പരിച്ഛേദം കൂടിയാണ് നിള. ഈ നദി ഒരു ജനതയ്ക്ക് വെള്ളവും തീരവുമായിരുന്നില്ല. കാർഷിക സംസ്കാരത്തിന്റെ സമ്പന്നമായ ഭൂതകാലമായിരുന്നു. നിളയിലിപ്പോൾ ഒരു സംസ്കാരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, ശവസംസ്കാരം. മനുഷ്യന്റെ എല്ലും മാംസവും ചാരവും അടിഞ്ഞ് നീർച്ചാലുകൾ പോലും മലീമസമായിരിക്കുന്നു. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നുത്ഭവിച്ച് 209 കിലോമീറ്റർ അറബിക്കടൽ വരെ നീണ്ടുകിടക്കുന്ന നദി. ഹ്രസ്വമായ ദൂരങ്ങളിൽ മാത്രം വെള്ളമുള്ള ഒരു നദി ഇങ്ങനെ നീണ്ടുകിടക്കുന്നു. ആധുനിക മലയാളിക്ക് പുഴ ഒരു ജീവിത വികാരമല്ലാത്ത സാഹചര്യത്തിൽ നിള ഇനി ഉയർത്തെഴുന്നേൽക്കുമോ? ഒരു സംസ്കാരത്തിന് നിസ്തുലമായ സംഭാവന ചെയ്ത നിള ഇവിടെ ഏറെക്കുറെ മരിച്ചു കഴിഞ്ഞു. പക്ഷേ നിളയെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഇനിയുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയാവട്ടെ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ 2 ദിവസം കൂടി താപനില ഉയർന്നു തന്നെ. 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 3 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരുമെന്നാണ് പ്രവചനം. നവകേരള ബസിന്റെ കോഴിക്കോട് ബംഗളൂരു കന്നി യാത്രയിൽ ഡോർ തകരാറിലായി. രാവിലെ 4:30 യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വാതിൽ താനേ തുറന്നു. യാത്രക്കാരിൽ ഒരാളുടെ ബാഗ് കെട്ടിവെച്ചാണ് യാത്ര തുടർന്നത്. ബത്തേരി ഡിപ്പോയിലെത്തി തകരാറ് പരിഹരിച്ച് 3/4 മണിക്കൂർ വൈകി യാത്ര പൂർത്തിയാക്കി. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആയതായിരുന്നു പ്രശ്നം. മുഴുവൻ യാത്രക്കാരുമായി ആയിരുന്നു ബസിന്റെ യാത്ര. ഗരുഡ പ്രീമിയം വിഭാഗത്തിലുള്ള വാഹനമായാണ് ബസ് അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്നത്. മേള ആചാര്യൻ കേളകത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. 4.5 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്നു. പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം, ആറാട്ടുപുഴ, തൃപ്പൂണിത്തുറ, കൂടൽമാണിക്യം തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. 2021 തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിലാണ് അവസാനമായി പങ്കെടുത്തത്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ശ്രീരാമപാദ സുവർണമുദ്ര, കലാചാര്യ, വാദ്യമിത്ര, ധന്വന്തരി തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അപകടത്തിൽ പരിക്കേറ്റ് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട 17-കാരൻ മരിച്ചു. നെല്ലിക്കാല സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്കിൽ ഒപ്പം സഞ്ചരിച്ച സഹദാണ് അപകടത്തിന് ശേഷം സുധീഷിനെ വഴിയിൽ ഉപേക്ഷിച്ചത്. ഇയാളെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി.
പയ്യന്നൂർ അന്നൂരിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മാതമംഗലം സ്വദേശി അനിലയും വെള്ളരിയാനം സ്വദേശി ബിജുവുമാണ് മരിച്ചത്. അനിലയെ ബെറ്റി എന്നയാളുടെ വീടിനകത്തും ബിജുവിനെ വീടിന് സമീപത്തും തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. വിനോദയാത്രയ്ക്ക് പോയ ബെറ്റിയും കുടുംബവും വളർത്തുമൃഗങ്ങളെ നോക്കാൻ ബിജുവിനെ വീടേൽപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബിജുവും അനിലയും ദിവസം വീട്ടിലേക്ക് എത്തിയതായി അയൽവാസികൾ പറയുന്നു. അതേസമയം അനിലയെ കാണാനില്ലെന്ന് കാണിച്ച് പെരിങ്ങോട്ട് പോലീസിൽ ഭർത്താവ് പരാതി നൽകിയിരുന്നു. കാസർഗോഡ് ബേഡകം പോലീസ് സ്റ്റേഷനിലെ ASI വിജയന്റെ മരണത്തിൽ ബേഡെടുക്ക പഞ്ചായത്ത് പ്രസിഡന്റിനും CPM നേതാക്കൾക്കുമെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഭരണകക്ഷി നേതാക്കളുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് ASI വിജയൻ വിഷം കഴിച്ചതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു. ഒരു മനുഷ്യനെ, ഒരു നിരപരാധിയായ നിർദോഷിയായ ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. അപ്പോൾ ആത്മഹത്യ ഇതൊരു കൊലക്കുറ്റമായി വേണം കാണാം. മനഃപൂർവ്വം ആണ് ഇയാളെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത്. തൃശൂർ ആതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം. വെറ്റിലപ്പാറ എണ്ണപ്പന തോട്ടത്തിലാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. പതിവായി കാട്ടാനകൾ എത്തുന്ന മേഖലയാണിത്. ഇനി ഇന്നത്തെ ലോക വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നമസ്കാരം, അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഷി ജിൻപിങ്ങിന്റെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായി ബെയ്ജിംഗുമായി സാമ്പത്തിക പുനഃസജ്ജീകരണത്തിനൊരുങ്ങി മാക്രോൺ. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ ഫ്രാൻസ് സന്ദർശനത്തിന് മുന്നോടിയായി ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം പുനഃസജ്ജമാക്കണമെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ആഗോള സാമ്പത്തിക രംഗത്ത് ചൈനയെ ഉൾപ്പെടുത്താൻ യൂറോപ്പിന് കഴിയുമെന്ന് മാക്രോൺ ഊന്നി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷികം ആഘോഷിക്കുന്നതിനാണ് ചൈനീസ് പ്രസിഡന്റ് ഫ്രാൻസ് സന്ദർശിക്കുന്നത്. അതേസമയം സെർബിയയിലെ സ്റ്റോപ്പ് ഓവറിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് മെയ് 8 മുതൽ 10 വരെ രാജ്യം സന്ദർശിക്കുമെന്ന് ഹംഗറി സ്ഥിരീകരിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, റഷ്യയുമായുള്ള ചൈനയുടെ ബന്ധങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ ഇറ്റലി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ യൂറോപ്യൻ യൂണിയനും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായതാണ് ഷി ജിൻപിങ് ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. പോകാം അടുത്ത വാർത്തയിലേക്ക്. തെക്ക് കിഴക്കൻ ടെക്സസിൽ ശക്തമായ മഴ തുടരുകയാണ്. പോൾക്ക്, മോണ്ട്ഗോമേരി, ലിബർട്ടി, ഹാരിസ് കൗണ്ടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കവും തുടരുന്ന സാഹചര്യമാണ്. ഹാരിസ് കൗണ്ടിയുടെ വടക്കൻ ഭാഗത്ത് 24 മണിക്കൂറിനുള്ളിൽ 10 മുതൽ 12 ഇഞ്ച് വരെ മഴ പെയ്തതായി റെയിൻ ഗേജുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ശനിയാഴ്ച ടെക്സസിലെ ഹ്യൂസ്റ്റണിന് ചുറ്റുമുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്ന് 400-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ശക്തമായ കൊടുങ്കാറ്റിലും മഴയിലും വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ബോയിങ്ങിന്റെ ഏറ്റവും പുതിയ ക്യാപ്സ്യൂൾ വിക്ഷേപണത്തിന്റെ ഒരുക്കത്തിലാണ്. വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷം ബോയിങ് ഒടുവിൽ നാസയ്ക്കായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി വിക്ഷേപണത്തിന് ഒരുങ്ങുന്നു. ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ക്യാപ്സ്യൂളിന്റെ ആദ്യ ക്രൂഡ് ഫ്ലൈറ്റാണിത്. ദീർഘകാലമായി കാത്തിരിക്കുന്ന ബഹിരാകാശ യാത്രിക ഡെമോ ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി ലിഫ്റ്റ് ഓഫിന് തയ്യാറെടുക്കുകയാണ്. നാസയുടെ വിരമിച്ച ക്യാപ്റ്റന്മാരും മുതിർന്ന നാസ ബഹിരാകാശ യാത്രികരുമായ ബുച്ച് വിൽമോറും സുനി വില്യംസും ഈ പരീക്ഷണ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കും. ദൗത്യം വിജയിച്ചാൽ ഭാവിയിൽ ബഹിരാകാശ വിനോദ സഞ്ചാരികളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനുള്ള കൂടുതൽ ഓപ്ഷനുകൾക്ക് വഴിതെളിക്കും. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉറപ്പാക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഊർജിതം. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം 7ാം മാസത്തിലേക്ക് എത്തുമ്പോൾ തെക്കൻ ഗാസൻ നഗരമായ റഫയിൽ വെടിനിർത്തൽ കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകൾക്കായി ഹമാസ് പ്രതിനിധി കൈറോയിൽ എത്തും. അതേസമയം റഫയുടെ സുരക്ഷയ്ക്ക് അമേരിക്ക ഗ്യാരണ്ടി നൽകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റഫയിൽ ഇസ്രായേൽ സൈനിക നടപടി ഒഴിവാക്കാൻ US, ഈജിപ്ഷ്യൻ, ഖത്തർ മധ്യസ്ഥർ മുന്നോട്ട് വച്ച വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ നിർദ്ദേശത്തോട് ഹമാസ് ഇതുവരെ ഔപചാരികമായി പ്രതികരിച്ചിട്ടില്ല. ഇത്രയുമാണ് ഇന്നത്തെ ലോകവാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നമസ്കാരം. കൃഷ്ണേന്ദുവാണ് ലോകവാർത്തകളുമായി ചേർന്നത്.
ട്രയൽസിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഗുസ്തി താരവും ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവുമായ ബജ്രംഗ് പൂനിയയെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി സസ്പെൻഡ് ചെയ്തു. മാർച്ചിൽ സോനിപത്തിൽ നടന്ന ട്രയൽസിൽ താരം മൂത്രത്തിന്റെ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിരുന്നു. സസ്പെൻഷനിലായതിനാൽ ടൂർണമെന്റുകളിലോ ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള ട്രയൽസിലോ പങ്കെടുക്കാനാകില്ല. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് ചെന്നൈയെ നേരിടും. ഉച്ചയ്ക്ക് 3:30-നാണ് മത്സരം. രണ്ടാമത്തെ മത്സരത്തിൽ ലക്നൌ കൊൽക്കത്തയെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ബജാജ് ഓട്ടോയുടെ മുൻനിര ബൈക്കായ പൾസറിന്റെ പുതിയ മോഡലായ NS400Z നിരത്തിലിറക്കി. വ്യത്യസ്തമായ സ്പോർട്ടി ഡിസൈനും പ്രകടനവും ഉറപ്പു നൽകുന്നതാണ് പുതിയ മോഡൽ. 2023 മാർച്ചിൽ പുറത്തിറങ്ങിയ NS സീരീസിലെ ഏറ്റവും പുതിയ മോഡലാണ് ഇത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലാണ് NS400Z നിരത്തിലിറക്കിയിരിക്കുന്നത്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ, മ്യൂസിക് കൺട്രോൾ, റൈഡർ ഫോക്കസ് എന്നിവയ്ക്കായി ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുമുണ്ട്. ക്രമീകരിക്കാവുന്ന ലിവറുകളും വലിയ ഡിസ്ക് ബ്രേക്കുകളും പുതിയ മോഡലിനെ വ്യത്യസ്തമാക്കുന്നു. 4 നിറങ്ങളിൽ പൾസർ NS400Z മോഡൽ ലഭിക്കും. 1.85 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,570 രൂപ, പവന് 52,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,490 രൂപ, പവന് 43,920 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ, കിലോഗ്രാമിന് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തൃശൂർ മാള കോൾക്കുന്നിൽ വർണ്ണം വിടർത്തി സൂര്യകാന്തി ചെടികൾ പൂവിട്ടു. പ്രദേശവാസിയായ ചന്ദ്രൻ പാട്ടത്തിനെടുത്ത 1/2 ഏക്കർ കൃഷിഭൂമിയിലാണ് സൂര്യകാന്തികൾ പൂവ് ചൂടിയിരിക്കുന്നത്. 2 മാസം മുൻപ് പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ സൂര്യകാന്തി നട്ടത്. ഈ റിപ്പോർട്ടോടുകൂടി പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. മാളയിലെ കോൾക്കുന്നിലാണ് സൂര്യകാന്തിപ്പൂക്കൾ കണ്ണിന് കുളിർമയേകുന്ന വർണ്ണക്കാഴ്ചയൊരുക്കിയിട്ടുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള സൂര്യകാന്തി വിത്തിനങ്ങളാണ് ചന്ദ്രന് ലഭിച്ചത്. 4000 ചെടികളാണ് ഈ 1/2 ഏക്കറിൽ ഉള്ളത്. ഓരോന്നും 5 അടിയിൽ അധികം ഉയരം വെച്ചവയാണ്. ഭൂരിഭാഗവും പൂവിട്ട് കഴിഞ്ഞു. സുഹൃത്തും കർഷകനുമായ അഷ്ടമിച്ചിറ സ്വദേശി സിനോജായിരുന്നു ചന്ദ്രന് സൂര്യകാന്തി വിത്തുകൾ സംഘടിപ്പിച്ച് നൽകിയത്. സൂര്യകാന്തി ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് വിത്തിൻ്റെതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സിനോജ് എന്ന് പറഞ്ഞിട്ട്, ആൾ പറഞ്ഞ് വിത്ത് ഞാൻ തരാം എൻ്റെ കയ്യിലിരിക്കുന്നു പറഞ്ഞാൽ ആൾ തന്നെ എനിക്ക് വിത്ത് കൊണ്ടുവന്നു. ആളുടെ കൂടുതൽ എല്ലാ കാര്യങ്ങളും ആളുടെ നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളാണ് എനിക്ക് വിത്ത് തന്നത് കുത്താനായി. ഇത് നമ്മൾ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ചാണപ്പൊടി, കോഴിക്കാട്ടം ഇങ്ങനെയുള്ള ആ ജൈവവളം മാത്രമേ കൊടുത്തുള്ളൂ. വേറെ നനയാണെങ്കിലും കുറച്ച് തന്നെ വേണ്ടു. വേനൽക്കാലത്തേക്ക് നമ്മളെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷെ നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല പൂക്കളും വന്നു, ഒരു മറ്റേ കീടമൊന്നും വരാതെ കണ്ട് വന്നു. രാസവളം എന്ന് പറഞ്ഞ സാധനം മരുന്നതൊന്നും ചെയ്യാതെ കണ്ട് നമുക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചെടിയാണത്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ചാണകപ്പൊടിയടക്കമുള്ള ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. 1 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താനാണ് ചന്ദ്രന്റെ തീരുമാനം. 100 ദിവസം കൊണ്ട് നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് കിട്ടും. 60 ദിവസമായി ഇപ്പോൾ പൂവായി. ഇനി 1 മാസം കഴിയുമ്പോഴേക്കും വിളവെടുപ്പ് നടത്താം. അപ്പോൾ നമുക്ക് തന്ന വ്യക്തി പറഞ്ഞത് തന്നെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇത് പറയാൻ അടുത്ത കൊല്ലമാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. എന്താ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വിത്ത് നൽകാനും ചന്ദ്രൻ തയ്യാറാണ്. 103 വയസ്സുള്ള അമ്മ കാർത്യായനിയും ഭാര്യ അംബികയും മക്കളുമാണ് ചന്ദ്രനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ 40ലധികം വർഷങ്ങളായി ജൈവകൃഷി രംഗത്തുള്ള ചന്ദ്രൻ 12 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ മാള കോൾക്കുന്ന് ഹരിതസംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ചന്ദ്രൻ. നിരവധി പേരാണ് സൂര്യകാന്തി പൂവിട്ടതറിഞ്ഞ് കാണാനായി ഇവിടേക്ക് എത്തുന്നത്.
ന്യൂസ് 18 മാള. തന്നെയാണ്